ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. പറയാനുള്ളത് വെച്ചാൽ ഇതുപോലെ സിൻസിയർ ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പം രാവിലെ ഒരു 6 മണിയായി. രാവിലെ മേക്കപ്പ് ചെയ്ത് റെഡി ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇനാഗ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം പാമ്പാടിയിലുള്ള പിങ്ക് പാഷൻസ് ബ്യൂട്ടി പാർലറിലാണ് നിൽക്കുന്നത്. ഇവിടെ എനിക്കിവിടെ ഈ ഒരു ബ്യൂട്ടി പാർലറുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും ടൈം കളയാനില്ല, പെട്ടെന്ന് റെഡിയായി പോകണം. അപ്പോൾ വാ. ഹലോ, ഉണ്ടല്ലോ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വ്ളോഗിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ വെഡ്ഡിങ്ങിന് റെഡിയാക്കിയ കുറച്ച് ആൾക്കാരുടെ പേര് ആ ഒരു ഫംഗ്ഷൻ്റെ ഇടയ്ക്ക്. അപ്പം അതിലെ ഒരാളാണ് ഇതായി നിൽക്കുന്നത്. എൻ്റെ മൈലാഞ്ചി, എൻ്റെ ഐനിയൂണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നെ റെഡിയാക്കിയ കുട്ടിയാണിത്. അതെ അതെ അതെ. പിന്നെ എന്താണ് പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകരോട്? എന്താ പറയാനുള്ളത് വെച്ചാൽ ഇതുപോലെ സിൻസിയർ ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. രാവിലെ തന്നെ ഇങ്ങനെ പൊക്കാൻ എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഇതിലെത്തിയിട്ടും പഴയ ആൾക്കാരെ ഒന്നും മറന്നിട്ടില്ല. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒത്തിരി നന്ദി. അല്ല, അത് ഞാനും പറയണം. കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഫങ്ഷൻസും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കോട്ടയത്താണ്. അപ്പോൾ ചേച്ചി ഇവിടെ ഏത് സമയത്ത് വിളിച്ചാലും എന്നെ ഓടി വന്ന് എന്നെ ഒരുപാട് പ്രോഗ്രാംസ്, ഡാൻസ് പ്രോഗ്രാം ആയാലും ഫോട്ടോഷൂട്ട് ആയാലും ഒത്തിരി തവണ എന്നെ ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ സുന്ദരിയാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കും തിരിച്ച് അങ്ങോട്ട് ആ ഒരു ഇതുണ്ട്. ചേച്ചി ഇപ്പം ചേച്ചിയുടെ പുതിയൊരു ഷോപ്പാണ് ഇവിടെ. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറി. അപ്പം അത് നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ദൈവം അനുഗ്രഹിച്ച് ഇനിയും ഒരുപാട് ഇതുപോലെ ചേച്ചിയുടെ ആഗ്രഹത്തിന് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ എന്നെ ആണേലും നിന്റെ മൈലാഞ്ചിക്ക് വിളിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദി. വേറെ എത്രയോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, അതിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മോളെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അതെ. പിന്നെ ഐശ്വര്യക്ക് വലിയ മേക്കപ്പിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ ഒന്ന് ഐബ്രോയും കണ്ണും ഒന്ന് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തു. ഫൗണ്ടേഷൻ കുറച്ചിട്ടു, അത്രേ ഉള്ളൂ. എന്നാലും അധികം മേക്കപ്പിൻ്റെ കാര്യമേ ഇല്ല. സ്കിന്ന് നല്ല സ്കിന്നാണ്. രാവിലെ ആയതുകൊണ്ട് ഞാനൊരു ഉറക്കപ്പിച്ചിലായിരുന്നു ആദ്യമേ, പിന്നെ ഇപ്പോഴാണ് ഞാനൊന്ന് ഇതായി വന്നത്. ഓക്കെ, അപ്പം എനിക്ക് ചേച്ചിയുടെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നമുക്ക് എന്ത് ഒരു പ്രോഗ്രാം വന്നാലും ഞാൻ സത്യത്തിൽ ആദ്യം വിളിക്കുന്ന ചേച്ചിയാണ്. എനിക്ക് പ്രോഗ്രാം ആയാലും ഇപ്പം ഇതുപോലെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ആയാലും ഒക്കെ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ഷോപ്പിൽ വരുന്നത്.
പഴയ പാർലറിൽ വന്നിട്ടുണ്ട്. ആ അതെ അതെ. പക്ഷെ ഇതിന്റെ ഇനാഗ്രേഷൻ എന്നെ വിളിച്ചിരുന്നു, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല, ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ വരാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ വരാൻ പറ്റി. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരും. ഞാനും വളരെയധികം ഹാപ്പിയാണ്. അന്നും നമ്മുടെ ലൈഫിലെ ഒരു മെയിൻ ഡേ ആണ് ചേച്ചി എന്നെ ഇങ്ങനെ ആക്കി. ഒരു നല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് എൻ്റെ മൈലാഞ്ചി ലുക്ക്. അന്നും അങ്ങനെ ആക്കി തന്നതിന് ഒരുപാട് താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പാമ്പാടിയിലാണ് കേട്ടോ പിങ്ക് ഫാഷൻ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെ വിചാരിക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്നേഹമുള്ള ഒരാളെ നമ്മൾ ലൈഫിൽ നന്മ വരണമെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാണ്. അപ്പം ഇനിയും അവിടെ പാമ്പാടി പിങ്ക് പാഷനിൽ അനുചേച്ചിയുടെ അടുക്കെ വന്നാൽ നല്ല രീതിക്ക് നമുക്ക് എങ്ങനെ വേണോ അതേപോലെ ചേച്ചി റെഡിയാക്കി തരും. നമ്മുടെ ഫേസിന് ചേരുന്ന പോലെ റെഡിയാക്കി തരും. നമ്മുടെ ഇഷ്ടത്തിന് ചേച്ചി ചെയ്തു തരും. പിന്നെന്താ പറയാനുള്ളത്? ഇതിൽ കൂടുതലൊന്നും പറയണ്ട. ഞാൻ വളരെയധികം ഞാൻ പറയുന്നത് പ്രൊമോഷൻ ഒന്നും അല്ല, ഞാൻ എൻ്റെ മനസ്സിൽ ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ മേക്കപ്പിന് എപ്പോഴും ചേച്ചിയെ വിളിക്കുന്ന ഒരാളാണ്. അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ചേച്ചിയുടെ മേക്കപ്പ് ഇവിടെ വന്ന്, മേക്കപ്പ് മാത്രമല്ല ഇവിടെ വേറെ സർവീസസ് എല്ലാ സർവീസും ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് വരാം അല്ലേ? അപ്പം ഇതാണ് ഞാൻ ഇനി നേരെ ഇനാഗ്രേഷനിലേക്ക് പോവാണ്. അത് വേറൊരു ബ്യൂട്ടി പാർലറിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പം എൻ്റെ ഫൈനൽ ഔട്ട് ഇതാണ്. ഈ ഒരു ഡ്രസ്സാണ്. ഇത് എറണാകുളത്തുള്ള ഫിദ എന്ന് പറഞ്ഞ ചേച്ചി ചെയ്ത് തന്ന ഡ്രസ്സാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഇത് എനിക്ക് ഇന്നലെ ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടെ വന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡി ചെയ്ത് ഫ്രീ ഹെയർ ഇട്ട. ഫ്രീ ഹെയർ ആണ് എനിക്ക് എപ്പോഴും നല്ലത്. ഞാൻ എവിടെ പോയാലും ചിലർ പണ്ട് എന്നോട് പറയായിരുന്നു എപ്പോഴും മുടി അഴിച്ചിട്ടുണ്ടോ അടക്കത്തോളം അഴിച്ചിട്ടുണ്ടോ. ഒന്നാമത് എനിക്ക് ഒന്നും കെട്ടാനും ഇതൊന്നും അറിയത്തുമില്ല. പിന്നെ എനിക്കൊന്നും കൂടെ ചേരുന്ന ഇതാണെന്ന് എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഓൾ ദി ബെസ്റ്റ്. കാണാം, ഇനിയും കാണാം. ഇനി ഒരുപാട് വർക്കുകൾ ചെയ്യാൻ. ഓക്കെ, അപ്പം ടാറ്റാ ബൈ ബൈ.